ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ചിക്കൻ മപ്പാസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ചിക്കൻ മപ്പാസ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. ഇനി നമുക്കിതിലേക്ക്, ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് നല്ലതായിട്ട് എണ്ണ വേണം. ഇത് കരിയാനൊന്നും പാടില്ല, നമുക്ക് അധികം അങ്ങ് മൂക്കുകയും വേണ്ട. അപ്പം കുറച്ച് നല്ലതായിട്ട് എണ്ണ ഒഴിച്ചാലേ കറക്റ്റായിട്ട് ഇത് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് എടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞുണ്ട്, അതുകൂടെ നമുക്ക് അതും 1 ടേബിൾ സ്പൂണാണ്. ചെറുതായി അരിയുക അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും മതി, 2 രീതിയിൽ അരിഞ്ഞാലും ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ചെറുതായിട്ട് നമുക്കിനി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 3 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്, നീളത്തിൽ തന്നെ അങ്ങനെ അരിഞ്ഞെടുത്തതാണ്. ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ മപ്പാസിന്. വലിയ ഉള്ളിയുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എല്ലാവരും ഇടുക. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 7 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് കൂടുതലായിട്ട് കുറച്ചിട്ടാലേ നമുക്ക് എരിവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ഒരു 6-7 എണ്ണം ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കന് വേണ്ടി ഒരു 6-7 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പിന്നെ ആദ്യം നമുക്ക് കുറച്ചിടാം, പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ലാസ്റ്റിൽ ഇത് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിനു വേണ്ടി ഉള്ളി വഴറ്റുമ്പം ഉള്ളി അങ്ങ് അധികം മൂക്കാനോ ഒന്നും പാടില്ല. ഒരു മീഡിയം ഇതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. അധികം അങ്ങ് കരിയാനോ, അപ്പോൾ ഈ കറിയുടെ അങ്ങ് മാറും, പിന്നെ ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ നമ്മളൊരു കുറച്ച് അതിനു വേണ്ടിയാണ് നല്ലതായിട്ട് കുറച്ച് എണ്ണ ചേർക്കണം. എണ്ണ ചേർത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറച്ച് മൂത്ത് പോവും, കളറും ഒക്കെ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഒരു 3-4 സ്പൂൺ എണ്ണ ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒരുവിധം വഴണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇനി ഇത് അധികം അങ്ങ് വഴണ്ട് കളറൊന്നും ചേഞ്ച് ആകത്തില്ല. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണേ. തക്കാളി നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഈ തക്കാളി ഇതുകൂടെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പൊങ്ങി വരും. അന്നേരം നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ കറക്റ്റ് പരുവത്തിന് തന്നെയാണ്. അത് ഉള്ളി അധികം വഴണ്ടിട്ട് അങ്ങ് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. പക്ഷേ എന്നാലും അതിൻ്റെ വഴളുകയും ചെയ്യണം, പക്ഷേ കളർ അധികം ചേഞ്ച് ചെയ്യാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ചിരിക്കണം, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇതിന് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി മതി, ഒരുപാട് ഇടരുത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ കുറവിട്ടാലും മതി. അപ്പോൾ അത്രയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടിയാണെങ്കിൽ നമ്മൾ കൂടുതലിടുന്നത്, മുളക് പൊടി ഇതിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണ് ഇതിന് എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 3/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. ഈ പെരിഞ്ജീരകവും ഇതിനൊപ്പം തന്നെ ഞാനൊരു 2-3 ഏലക്കായ ഇതിൻ്റെ കൂടെ പൊടിച്ചിരുന്നു. അപ്പോൾ അതാണ് ചേർക്കുന്നത്. ഏലക്കായുടെ ഒത്തിരി അങ്ങ് മണം വേണ്ട, ഒരു 2-3 എണ്ണം പൊടിച്ച് അതുകൂടെ ഒന്ന് ചേർത്താൽ, ഈ പെരിഞ്ജീരകത്തിനൊപ്പം നമ്മൾ പൊടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതിൻ്റെ ഈ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം എടുക്കാൻ. അധികം വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലകളൊക്കെ പിടിക്കുകയും കുരുമുളകും ഒക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കണമെങ്കിൽ ഒരു കുറച്ച് ചെറുതായിട്ട് തന്നെ നമ്മൾ ചിക്കൻ അരിഞ്ഞെടുക്കണം. അന്നേരമാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിത് അങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പോൾ അധികം അങ്ങ് തീയിലിട്ട് കൊടുക്കരുത്. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലും സിമ്മിലും ഒക്കെ ആയിട്ട് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് ഒരു വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാലിലാണ് ഇത് കിടന്ന് വേവുന്നത്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയൊക്കെ കലക്കി ഒഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ തേങ്ങ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ആ പാലെടുക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിനകത്ത് കിടന്നാണ് നന്നായിട്ട് വേവേണ്ടതെന്ന് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കണം. അപ്പം 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് ചിക്കൻ പെട്ടെന്ന് തന്നെ വേവും. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ കിടന്നത് വേവും എന്നാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കൂടുതൽ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണം ഇതിന്. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും രുചിച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ഉപ്പ് കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് രുചിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഒന്ന് ഇടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. പിന്നെ ഇത്രയും തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്ക് എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതെല്ലാം തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ചാറ് കുറച്ചുണ്ട് നമുക്കപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണം നമുക്ക്. അപ്പോൾ ചിക്കനോടൊന്ന് വേവ് ഒരു 3-4 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാകും. കണ്ട ഇച്ചിരി കൂടെ ഒന്ന് ചാറ് വറ്റി വരണം. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എരിവും കൂടെ വേണം. നമ്മൾ എരിവിന് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടിയാണ് നമ്മൾ ടേസ്റ്റിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനെ കുറച്ചുകൂടെ ഒന്ന് ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റുന്നിടം വരെ ഈ തേങ്ങാപ്പാൽ. അപ്പോൾ ഇതെല്ലാം 2-3 മിനിറ്റ് കൂടെ വെച്ച് എല്ലാം ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത് നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത്. നമ്മളിത് മെയിനായിട്ടും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നൂലപ്പം അതിനൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഗ്രേവിയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ടിട്ട് നമ്മൾ അധികം വേവിക്കത്തില്ല തക്കാളി ഇട്ടിട്ട്. അതിന് ശേഷം 1-2 മിനിറ്റ് നമ്മൾ ഒന്ന് വെക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് അതിലോട്ടൊന്ന് ഇറങ്ങുക അത്ര മാത്രമേ ഉള്ളൂ. ഇത് വേവിക്കാൻ പാടില്ല. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ ഇതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇടുമ്പം ഈ തക്കാളിയും കറിവേപ്പിലയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല മണമാകും.
അപ്പോൾ ഇത് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പച്ചവെളിച്ചെണ്ണയാണ്. ഇത് പച്ചവെളിച്ചെണ്ണ ഇതിനകത്ത് ചേർക്കുമ്പോൾ കുറച്ച് നല്ല രുചിയും ഒരു മണവും ഒക്കെ കിട്ടും. ഇതിന് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനൊരു പ്രത്യേക മണവും നല്ലൊരു രുചിയൊക്കെ കിട്ടും അത് ചേർത്ത് കഴിയുമ്പം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 3/4 ഗ്ലാസോളം ഒന്നാം പാലുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ സ്റ്റൗ കത്തിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിന് ശേഷം ഒരു മിനിറ്റോളം കഴിയുമ്പോൾ തന്നെ അന്നേരം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാലിങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇപ്പം നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് ഇതിന്. ഒന്ന് അടച്ച് വെക്കാം. അടച്ച് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് ഈ എണ്ണയും ഈ തക്കാളി നമ്മൾ അരിഞ്ഞിട്ടേക്കുന്നതും അതെല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ ഇതിനൊരു നല്ല മണമൊക്കെ വരും. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെല്ലാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ വേണ്ടി. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ. തേങ്ങയുടെ ഫ്രഷായിട്ടുള്ള പാലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതിന് സാധിക്കില്ലെങ്കിൽ നമ്മൾ പൊടി മേടിച്ചിട്ട് കലക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫ്രഷ് പാൽ ഒഴിക്കുവാണെങ്കിൽ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും അന്നേരം. അപ്പം നമ്മുടെ ചിക്കൻ മപ്പാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെയും നൂൽപുട്ട്, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.